പോത്തുണ്ടി ചെമ്മന്തോട് നെല്ലിച്ചോട് പാതയിൽ വാഹനാപകടം. കുറിയല്ലൂരിനും ഒറവുമടയ്ക്കുമിടയിൽ കാർ തലകീഴായി മറിഞ്ഞു. ഇത് ഇവിടുന്ന് അവിടം വരെ ഇതൊക്കെ പിന്നെ പോയി കിടക്കണ സാധനമാണ്. ഈ പൊട്ടൻ അവിടെ ജോലിക്ക് പോയി. ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇത്രത്തോളം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയാണ്. മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുന്നു. മൊത്തം വിളിച്ച് ഒരു 4 മഴ പെയ്ത് വെള്ളത്തിനകത്ത് ഇറങ്ങിയാൽ ഇത് സൈഡ് മുഴുവൻ പൊളിയും. ശനിയാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. നെല്ലിച്ചോട് സ്വദേശി പ്രകാശനും ഭാര്യയും 3 മക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാർ 2 തവണ തലകീഴായി മറിയുകയുണ്ടായി. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടുന്ന് ഒരു ബസ്സോ ഒരു ഓട്ടോറിക്ഷയോ വന്ന ഒരു ബൈക്കുകാരന് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇത്രയും എഡ്ജാണ്. കാല് കുത്തിയാൽ പോയി താഴെ കുഴി പോയി കിടക്കും. ഈ കാർ ഇന്നലെ മറിഞ്ഞ സ്റ്റേക്കമ്പിൽ പോയി തന്നി. ആ കാറിൽ അച്ഛനും അമ്മയും 3 കുട്ടികളും കൂടെ വന്ന കാറാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കോൺട്രാക്റ്റുകാരനെ ഇവിടെ ബന്ധപ്പെട്ട ആൾക്കാരോ സമാധാനം പറയുമോ? ഇനി ജൂൺ 1-ാം തീയതി മുതൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ വഴിക്ക് 6-7 സ്കൂളിൻ്റെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്തണിച്ച് പിള്ളേരെയും കൊണ്ട് പോകുന്ന ബസ് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കുട്ടികൾക്കും വരെ അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ പണി നടന്നിരിക്കുന്നത്. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ AXIയും SIയും ഓവർസിയറിൽ നിന്ന് ചെയ്യേണ്ട ഈ പണിയിൽ ഈ ഉദ്യോഗസ്ഥന്മാരാരും വരാതെ കോൺട്രാക്റ്റുകാരൻ്റെ തോന്നിവാസത്തിൽ ചെയ്ത പണിയാണ്. ഈ വർക്ക് കറക്റ്റായി ചെയ്തു തീർത്തില്ലെങ്കിൽ ഞങ്ങൾ വഴി അവിടെയും ബ്ലോക്ക് ചെയ്യും, നെല്ലിച്ചോട് ബ്ലോക്ക് ചെയ്യും. ഒരു ഓട്ടോറിക്ഷയും ബൈക്കും മാത്രം പോകേണ്ട കണ്ടീഷൻ. ഒരു വാഹനങ്ങളും ഈ വഴിക്ക് കടത്തിവിടില്ല. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ തീരുമാനം. പ്രത്യേകിച്ച് കർഷകരും കർഷക തൊഴിലാളികളും കൃഷിക്കാരും സാധാരണക്കാരും തിങ്ങിപ്പാർക്കുന്ന ഒരു മലയോര മേഖലയാണ്. ഈ മലയോര മേഖലയിലേക്കുള്ള ഉള്ള റോഡ് അളവിശ്ശേരി ടു പോത്തുണ്ടിയാണ്. അകമ്പാടുന്നു ഈ റോഡുകൾ മൊത്തം പൊളിച്ചിട്ടു. ഇപ്പം ഈ റോഡ് തന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളാണ് ഈ നെല്ലിച്ചോട്, പോക്കാമട, അരിമ്പൂരിപ്പതി, പോത്തുണ്ടി, മറ്റേ ബോയ കോളനി വരെയുള്ളത്. ഈ റോഡും ഈ രീതി ആയി കഴിഞ്ഞാൽ ഈ റോഡ് ഒരു കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു നല്ലത്. പഴയ റോഡ് ടാർ റോട്ടിൽ കൂടെ വണ്ടി കൊണ്ടുപോകായിരുന്നു. ഈ 320 മീറ്റർ കോൺക്രീറ്റും ചെയ്ത് ഈ റോഡിനെ മൊത്തം നശിപ്പിച്ചു. 5 മീറ്റർ ദൂരമുള്ള ടാർ ചെയ്ത റോഡ് 3 മീറ്ററാക്കി ചുരുക്കി 1 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇത് ഈ മഴ വരുന്ന സമയത്ത് ഇതുപോലെ ബസ്സുകൾ വരുമ്പോൾ ഒരു ബൈക്കിന് സൈഡാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതായത് നിലവിൽ ടാറിങ്ങുള്ള സാധനം അത് നിലവിൽ ടാർ ചെയ്താൽ മതിയായിരുന്നു. അതിനെ മാറ്റിക്കൊണ്ട് ഒരടി പൊങ്ങിക്കൊണ്ട് നിലവിൽ സമയം യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു ഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 5 മീറ്റർ വീതിയുള്ള റോഡാണത്. 5 മീറ്റർ വീതിയുള്ള ടാർ റോഡിനെ കൊണ്ടുപോയിട്ട് 3 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചു. കോൺക്രീറ്റ് ചെയ്തതോടുകൂടി ഇവിടെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ പറ്റാതെയായി. ഒരു ബസ് വന്ന ഒരു മോട്ടോർ സൈക്കിളിന് പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അപകടം എപ്പോഴും ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്നിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് പണിതിട്ട് പോയി. ഉദ്യോഗസ്ഥന്മാർ ഒരാളും വന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ടില്ല, എന്താ ചെയ്യണമെന്ന് പോലും നോക്കിയിട്ടില്ല. നാട്ടുകാർ പറഞ്ഞപ്പോൾ അതിനെതിരെ ഭീഷണിപ്പെടുത്തുന്നത് അവർ ചെയ്തു പോയത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ഒരേ സമയം ഒരു വാഹനത്തിനു മാത്രമേ റോഡിലൂടെ കടന്നു പോവാൻ കഴിയൂ. എതിരെ മറ്റൊരു വാഹനം വന്നാൽ അപകടമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല, 1 മാസം മുൻപ് പണി പൂർത്തിയാക്കിയ റോഡ് വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കട്ടിക്ക് മൊത്തത്തിൽ വിളിച്ച ഈ കട്ടിങ് ഒന്നാമത്തെ എയർ ഹോൾ വിടാണ്ടാണ് ഈ സംഭവം സ്ഥലത്ത് വിട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. 21 സ്ഥലത്തോളം അത് റോഡിന്റെ അപകടാവസ്ഥ കാരണം ഇതുവഴി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. സ്കൂൾ തുറന്നാൽ നിരവധി സ്കൂൾ വാഹനങ്ങൾ ഓടുന്ന പാത കൂടിയാണിത്. നാട്ടുകാർ ചേർന്ന് റോഡിന്റെ ഇരുവശവും മണ്ണിട്ട് നികത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മണ്ണൊലിച്ചുപോയി. റോഡിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇതിന് തീരുമാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇടപെട്ട് ഇതിനുള്ള ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. ആദ്യത്തെ സമരം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിന് മുമ്പിലായിരിക്കും. കാരണം ഈ വർക്കിന്റെ ബ്ലോക്ക് AXI ആണ് ചാർജിൽ ചെയ്ത പണിയാണിത്. UTV ന്യൂസ്, പാലക്കാട്.